ലാസ്റ്റ് വീഡിയോയിൽ നമ്മുടെ ക്രിസ്മസ് ഷോപ്പിങ്ങിൻ്റെ പാർട്ട് 1 ആയിരുന്നു കേട്ടോ. അതായത് ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് സായ് പോർട്ടിലുള്ള എയ്സ് എന്ന ഷോപ്പിലേക്ക് പോയപ്പോഴത്തെ അവിടുത്തെ വിശേഷങ്ങളായിരുന്നു. നമ്മൾ സാധാരണയായിട്ട് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ എപ്പോഴും പോകുന്ന ഒരു ഷോപ്പാണ് ഡെയ്സോ. ഡെയ്സോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ഇതുപോലെ ഏതൊരു സെലിബ്രേഷൻ വരുമ്പോഴും അതിപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി നാഷണൽ ഡേ ആയിക്കോട്ടെ, പിന്നെ ന്യൂ ഇയർ ആയിക്കോട്ടെ, ഹാലോവിൻ ആയിക്കോട്ടെ, ഇതിന് ഏത് സെലിബ്രേഷൻ വരുമ്പോഴും അതിനനുസരിച്ച് അവർ ആ ഒരു ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ്റെ ഒരു മൂഡാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഡേയ്സോയിൽ പോകണം. അതിൽ ഡേയ്സോയിൽ പോകുന്നതിനേക്കാളും മുന്നേ നമ്മൾ പോകുന്നത് ഡേ ടു ഡേ ആണ് കേട്ടോ. നമുക്കറിയാം എന്തായാലും ഡേയ്സോളിനേക്കാളും നമുക്ക് കുറച്ച് റേറ്റ് കുറവിലും കുറച്ച് ചീപ്പായിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഡേ ടു ഡേ ആണ് ബെസ്റ്റ്. പിന്നെ ഡേ ടു ഡേ ആണെങ്കിലും നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ ഒരുപാട് കളക്ഷൻ അവിടെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡേ ടു ഡേ പോയി നോക്കിയിട്ട് ഇനി അവിടെ ഇല്ലാത്തത് എന്തൊക്കെയായിരിക്കും ഡേയ്സോയിൽ നിന്ന് നോക്കിയിട്ട് അങ്ങനെ 2-3 ഷോപ്പ് കയറി ഇറങ്ങിയിട്ട് വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ഡേ ടു ഡേ പോകാൻ വിചാരിച്ചത്. ഡേ ടു ഡേയിൽ പോയിട്ട് ഇനി അവിടെ ഇല്ലാത്തതുണ്ടെങ്കിൽ ഡേയ്സോയിൽ വാങ്ങിയാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഡേയ്സോന്ന് പിന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് അപ്പോൾ നമ്മൾ ഡേ ടു ഡേ പോയത്. ഡേ ടു ഡേ പോകുമ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർക്കിംഗ് കിട്ടാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യം അവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത്. നമ്മൾ സാധാരണ എപ്പോൾ പോയാലും നമുക്ക് അവിടെ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരിക്കലും കിട്ടാറില്ല. കുറച്ച് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് എന്തായാലും അവിടെ പാർക്കിംഗ് കിട്ടാറുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഡേ ടു ഡേ പോയപ്പോഴല്ലോ ഒരുപാടുണ്ടായിരുന്നു. ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിലോ 2 ദിറംസിൻ്റെ ഒരു 1.95ൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഐറ്റംസ് ആ ഒരു 2 ദിറംസിൻ്റെ താഴെയുള്ള ഒരു റേഞ്ചിലുണ്ടായിരുന്നു. അതിലുള്ള ഐറ്റംസ് എന്നൊക്കെ പറയുന്നത് നല്ല എന്താ പറയുക ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ്. അങ്ങനെ റേറ്റ് കുറവായതുകൊണ്ട് അങ്ങനെ അത്ര ചീപ്പായിട്ടുള്ള ഒന്നും അല്ലായിരുന്നു. പിന്നെ ഇതുപോലെയുള്ള സ്നോ കണ്ടോ, നമുക്കിങ്ങനെ ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണല്ലോ ഇങ്ങനെ ഒരു ക്രിസ്മസ് വില്ലേജ് പോലെ ഒരു ചെറിയൊരു ബൗളിൽ ചെറിയൊരു പ്ലേറ്റിലോ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് സ്നോയ്ക്ക് വേണ്ടിയിട്ട് ഇടുന്ന പോലെയുള്ളത്, അതുപോലെ ഈ സ്നോ ഫ്ലേക്സ് ആയാലും അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പിന്നെ ഈ ക്രിസ്മസിൻ്റെ സോക്സ് ഒരുപാടുണ്ട് കേട്ടോ. അതായത് ഒരുപാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഒരേ മോഡൽ തന്നെ അല്ലാതെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത്രയും ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ ഇവിടെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് എപ്പോഴും ഡേയ്സോലാണ് ഒന്നുകൂടെ കൂടുതൽ കളക്ഷനുള്ള പോലെ തോന്നാറുള്ളത്. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. നമ്മളിപ്പോൾ എല്ലാം വാങ്ങിക്കൊന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, നമുക്ക് ഈ മറ്റേ മണിച്ചിത്രത്താഴ് സിനിമയിലെ നാഗവല്ലിയുടെ പോലെ ഇത് വെറുതെ ആ ഒരു ഇവരുടെയുള്ള അതുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. നമ്മളിപ്പോൾ ഇത് എല്ലാം വാങ്ങിച്ചില്ലെങ്കിൽ തന്നെയും അവിടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതുപോലെ നമ്മൾ സ്ഥിരം കാണാത്ത പുതിയതായിട്ട് കാണുന്ന പുതിയ മോഡല്, അതിൻ്റെ ഇപ്രാവശ്യത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെ ഇപ്പോൾ ഈ ബോൾസ് കണ്ട ക്രിസ്മസിന് നമ്മുടെ ട്രീയിൽ നമ്മൾ ഇടുന്ന ഈ ബോൾസ് ആണെങ്കിലും അവിടെ ഇരിക്കുന്ന ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ഒരുപാട് ഇതുണ്ട്. അതായത് പല കളേഴ്സിലുള്ളത്. നമ്മൾ സാധാരണ കാണുന്ന പോലെ റെഡ് കളർ അല്ലെങ്കിൽ ഗ്രീൻ റോസ് ഗോൾഡ് കളർ സിൽവർ മാത്രമല്ല, അല്ലാതെ തന്നെ ഈ ബ്ലൂ കളർ ആയാലും അതുപോലെ പിങ്കും പിന്നെ ഗോൾഡൻ കളറിൻ്റെ റോസ് ഗോൾഡ്, പിന്നെ ആ ബോളുകളായാലും അതിലും വെറൈറ്റി ഉണ്ട്. അതായത് ബോൾസ് മാത്രമല്ല, ബോളുകൾ സാധാരണ കാണുന്ന പോലെ ആ ഒരു ഗ്ലിറ്ററും പിന്നെന്താ പറയുക മാറ്റും അതല്ലാതെ തന്നെ അതിൽ തന്നെ കണ്ടോ ആ എന്താ പറയുക ചെറിയ ചെറിയ പൈനായിട്ടുണ്ട്. പിന്നെ ആ ഗോൾഡൻ കളർ ബോൾസ് തന്നെ കുറച്ചുകൂടിയും അതിൻ്റെ ഷേപ്പിലൊക്കെ കുറച്ച് ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഏരിയ മൊത്തം ഈ ക്രിസ്മസിൻ്റെ ട്രീയുള്ള ബോൾസ് ആയിരുന്നു. ക്രിസ്മസ് ടൈം ആകുമ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. മുന്നുള്ള വർഷങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് ഇവിടെ ഈ ഒരു ഡേ ടു ഡേയിലെ ക്രിസ്മസിൻ്റെ ടൈമിൽ ഉണ്ടാവാറുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നിയിട്ടോ. കാരണം അങ്ങനെ ഒരു ഓർമ്മയിലില്ല. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് കണ്ട ബോൾസിൻ്റെ ഒക്കെ കളർ തന്നെ കാണുമ്പോൾ അതാ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഈ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കില്ല, എല്ലാം നമുക്ക് ആവശ്യമില്ലല്ലോ. പക്ഷെ അതൊക്കെ ഇരിക്കുന്ന ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കുമല്ലോ. ചിലപ്പോൾ നമ്മളതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും വെറുതെ ഒന്ന് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഈ പ്രാവശ്യം ഡേ ടു ഡേ വന്നു കഴിഞ്ഞാൽ ആ എന്താ പറയുക ആഗ്രഹം വെറുതെ ആവില്ല, എന്താ പറയുക നഷ്ടമാവില്ല വന്നു കഴിഞ്ഞാൽ. സാന്റാക്ലോസിൻ്റെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. നമുക്ക് ഈ സാന്റയുടെ ഡ്രസ്സ്, പക്ഷേ ഡ്രസ്സ് കുറച്ച് ശോകമായി തോന്നി. കാരണം വേറെ ഒന്നുമല്ല, ആകെ കൂടി സാന്റയുടെ ആ ഒരു പാൻസും ആ ഒരു ജാക്കറ്റ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ സാന്റയുടെ ഡ്രസ്സിൻ്റെ ഒപ്പം ബാഗും ഹാറ്റും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ക്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല, ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഈ വേറെ ഉള്ളത് നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ മഗ് ഉണ്ടാവുമല്ലോ, മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുള്ള മഗ്. ഇപ്പോൾ പല ആളുകൾ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുക, നമ്മൾ ആ വെറുതെ ഒരു ഫാഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന ക്രിസ്മസ് ടൈപ്പ് മഗ്, പിന്നെ ക്രിസ്മസിന് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റ് ബോക്സ്,
ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാമെന്നല്ല, ജസ്റ്റ് നമ്മൾ വീട്ടിലാണെങ്കിലും നമുക്കിങ്ങനെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ ആണെങ്കിലും നമുക്ക് അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തേനൊക്കെ പറ്റുന്ന രീതിയിലുള്ളത്. ഇതാണ് കേട്ടോ ആ മഗ്ഗിൻ്റെ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഇങ്ങനെ പല ഈ മെറി ക്രിസ്മസ് എന്നുള്ളതും സാന്റാക്ലോസിൻ്റെയും സ്നോമാൻ്റെയും ക്രിസ്മസ് ട്രീ അങ്ങനെ പിക്ചേഴ്സൊക്കെ ഉള്ളത്. ഇതുണ്ട് സൈക്കിളിലുള്ള ഒരു സാന്റ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ വീട്ടിലെവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രിസ്മസിൻ്റെ ടൈമിലൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ഒരുപാട് ഐറ്റംസ് കണ്ട. സാന്റയുടെയൊക്കെ കളർ കണ്ടോ, പിങ്ക് കളറിലുള്ള ക്രിസ്മസ് സാന്റ. നമ്മൾ കാണുന്ന കളർ മാത്രമല്ല, റെഡ് അല്ലാതെ തന്നെ വേറെയും പല വെറൈറ്റി സാന്റേനെയൊക്കെ ഇവിടെ കാണാൻ പറ്റി. പിന്നെ സിൽവർ കളറിലുള്ളതും അതുപോലെ പല ഈ നമ്മുടെ സ്നോമാൻ ആയാലും പിന്നെ ഈ റെയിൻഡിയറും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ടു ഡേയിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലേക്കും നമ്മൾ നടന്ന് ശരിക്കും എല്ലാതും ആസ്വദിച്ച് നടക്കുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ വേണ്ടി വരും കേട്ടോ അതൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഈ ക്രിസ്മസിൻ്റെ ട്രെയിനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിലിരിക്കുന്നത്. ഇതിനൊന്നും അത്ര റേറ്റ് ഒന്നുമില്ല കേട്ടോ, കാരണം നമുക്കറിയാം ഡേ ടു ഡേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് കുറവാണ് എല്ലാ ഐറ്റംസിനും. അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു ക്രിസ്മസ് കളക്ഷനിലും. പിന്നെ നമ്മുടെ ക്രിസ്മസ് വില്ലേജ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് വില്ലേജ് നമ്മൾ ചെയ്യുന്നതിനേക്കാളും അതിൻ്റെ തന്നെ ചെറിയ ചെറിയ മോഡൽ നമ്മൾ മെയിനായിട്ട് വലിയ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഹോം സെൻറ്ററിലും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടി വലിയ ഒരു ക്രിസ്മസ് വില്ലേജൊക്കെ കാണാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്മസ് വില്ലേജിലെ കാണുന്ന ഓരോ പാർട്സ് കണ്ടോ, ഇങ്ങനത്തെ ഒരു ഹോഴ്സിൻ്റെ ആ ഒരു ഇത് അങ്ങനെ ചെറുതുകൾ. അപ്പോൾ ഇതിലൊക്കെ ബാറ്ററി ഇട്ട് കഴിഞ്ഞാലും വിത്ത് മ്യൂസിക് ആണ് കേട്ടോ. അപ്പോൾ ബാറ്ററി ഇടണമെന്നേ ഉള്ളൂ. പിന്നെ സാന്റാക്ലോസും റെയിൻഡിയറും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അത് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. നമുക്ക് എന്താ പറയുക, ഇതൊക്കെ വെറുതെ കാണാൻ ഈ ഒരു ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർ എന്തായാലും വിസിറ്റ് ചെയ്തു. എന്തായാലും വന്നു കഴിഞ്ഞാൽ ആ ഒരു യാത്ര എന്തായാലും വേസ്റ്റ് ആവില്ല കേട്ടോ. കാരണം എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞിട്ടാണോ എന്താണെന്ന് അറിയില്ല, ഈ ഡേ ടു ഡേയിൽ ഒരു ക്രിസ്മസിൻ്റെ ടൈമിൽ ഇത്രയും ഈ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് അതുപോലെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. അത്രയും ഉണ്ടാവാറുണ്ടോ എന്നുള്ളത് സംശയമാണ്, കാരണം എൻ്റെ ഓർമ്മയിൽ അങ്ങനെയില്ല. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ട്രെയിനേക്കാളും നല്ല കുറച്ചും കൂടി വലിയ സൈസിലുള്ള ട്രെയിനും റെയിൻഡിയറൊക്കെ കണ്ടു. അങ്ങനെ പല ടൈപ്പ് പല വെറൈറ്റി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഡേ ടു ഡേയിൽ. അതാണ് പറയാനുള്ളത്. കാരണം സാധാരണ നമ്മൾ അവിടെ ഡേ ടു ഡേയിൽ കയറി ഇറങ്ങുമ്പോൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റി മോഡൽസൊക്കെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ ആ ഒരു കളക്ഷനിൽ അവിടെ ഉള്ളതായിട്ട് തോന്നി. ഇതുപോലത്തെ റെയിൻഡിയറും പിന്നെ അങ്ങനെ ഓരോ ടൈപ്പ്, ഇപ്പോൾ ഈ സ്നോമാൻ ഇതൊക്കെ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന പോലത്തെയും അങ്ങനെ വൈറ്റ് റെയിൻഡിയർ, പിന്നെ ഗോൾഡൻ കളർ, പിന്നെ അതിന് താഴെയുള്ള ആ ഒരു റെയിൻഡിയറിൻ്റെ ഒക്കെ മോഡൽ കണ്ടോ. അങ്ങനെ ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഉള്ളതുപോലെ തോന്നിയിട്ടു. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടോയെന്ന് നോക്കി. പിന്നെ വിചാരിച്ചു ഇനി ഡേറ്റും കൂടി നോക്കിയിട്ട് അവിടെയാണോ ഇവിടെയാണോ കൂടുതൽ നല്ലത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഉള്ളതെന്ന് നോക്കിയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം നമ്മളിവിടെ ഇപ്പോൾ കയറിയപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇനി ഡേറ്റും കൂടി പോയിട്ട് 2 ഷോപ്പും കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കാമെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ. ഡേ ടു ഡേ അല്ല കേട്ടോ, ഡേയ്സോ ആണ്. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞപ്പോഴും അത് ഡേ ടു ഡേ എന്നാണ് പറഞ്ഞത്. ഡേയ്സോയിലേക്കാണ് ഇനി നെക്സ്റ്റ് പോകണം. ഇപ്പോൾ നമ്മളുള്ളത് ഡേ ടു ഡേയിലാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നതാണ് ഡേയ്സോയിലേക്ക്. അപ്പോൾ നമ്മൾ ഡേയ്സോയിലാണ് മെയിനായിട്ട് ഷോപ്പിങ്ങിന് പോകാറുള്ളത്, ഈ ഒരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിനി ഇവിടെ കയറിയിട്ട് ഇനി ഇവിടെ ഇല്ലെങ്കിൽ നോക്കിയിട്ട് എന്തായാലും ഡേയ്സോയിൽ പോകാമല്ലോ എന്ന് വിചാരിച്ചത്. എന്തായാലും ഡേയ്സോയിൽ നമുക്കെല്ലാം കിട്ടും, ഒന്നും കിട്ടാതിരിക്കില്ല എന്നറിയാം. പിന്നെ കുറച്ച് റേറ്റിൻ്റെ ഒരു പ്രൈസ് അതിൻ്റെ ഒരു ഡിഫറൻസിൽ മാത്രം എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ ടു ഡേ വന്നത്. ഇനി നെക്സ്റ്റ് പോകുന്നതാണ് ഡേയ്സോ. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഡേ ടു ഡേയിൽ വന്നപ്പോൾ കുട്ടികൾക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് കിൻഡർ ജോയ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അറിയാം അവർക്കത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അവർ കയറിയതായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടുന്ന് ഒന്നും എടുത്തില്ലായിരുന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ ഈ ക്ലിപ്പ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതായത് 2 ദിറംസിന് താഴെ റേറ്റിലുള്ള ഇങ്ങനത്തെ കുറച്ച് ഹാങ് ചെയ്ത് കിടക്കുന്ന ടൈപ്പ് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് പല ടൈപ്പ് ഉണ്ടായിരുന്നു. സാൻഡി ഉണ്ട്, റെയിൻഡിയർ ഉണ്ട്, സ്നോമാൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തീരുന്ന പോലെ തോന്നിയ കാരണം അത് നമ്മൾ അവിടെ നിന്ന് കുറച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഡേയ്സോയിലേക്ക് വന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ ഡേയ്സോയിൽ എത്തിയിട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഡേയ്സോയിൽ വന്നപ്പോൾ എന്താണെന്നറിയില്ല, ഡേ ടു ഡേയിൽ ഇതിനേക്കാളും കൂടുതലുണ്ടായിരുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഇപ്രാവശ്യം ഒന്നും അങ്ങനെ കൂടുതലായിട്ടുള്ള പോലെ ഡേയ്സോയിൽ വന്നപ്പോൾ തോന്നിയില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ പോയത് ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ, അതായത് ഒരു നവംബർ 2nd വീക്ക് 3rd വീക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ഡേ ടു ഡേയും ഡേയ്സും പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം. ഇനി ഡിസംബർ സ്റ്റാർട്ട് ചെയ്തിട്ടാണോ ഇവരുടെ എല്ലാ കളക്ഷനും അവർ വെക്കണേന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. അങ്ങനെ എല്ലാ ഏരിയാസിലും ഇല്ല കേട്ടോ. കാരണം നമ്മൾക്കറിയാലോ, നമ്മൾ നേരത്തെയൊക്കെ ഇവിടെ ക്രിസ്മസിൻ്റെ ടൈമിൽ വരുമ്പോൾ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റംസ് ഒക്കെ കാണുന്ന എല്ലാ ഭാഗത്തും അവരതിൻ്റെ വെച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇനി ഡിസംബറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വെക്കാനായിരിക്കാം അത്. പക്ഷെ എന്താണെന്നറിയില്ല, ഡേ ടു ഡേയിലായിരുന്നു ഇപ്രാവശ്യം
കൂടുതൽ കളക്ഷനുള്ള പോലെ തോന്നിയത്, ക്രിസ്മസ് കളക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നത് അവിടെ നിന്ന് തന്നെ എല്ലാം വാങ്ങിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നൊക്കെ തോന്നി. കാരണം നമുക്കൊന്നും അങ്ങനെ വാങ്ങിക്കാനായിട്ട് തോന്നുന്നതായിട്ടുള്ള മോഡലൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ 1-2 ഐറ്റംസാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. 1-2 ഐറ്റംസ് നമ്മൾ എടുത്തു, ബാക്കിയെല്ലാം നമ്മൾ ഇപ്രാവശ്യം ഡേ ടു ഡേ എന്നാണ് വാങ്ങിച്ചത്. പക്ഷേ സാധാരണ എപ്പോഴും നേരെ തിരിച്ചാണ് ഉണ്ടാവാറുള്ളത്. നമ്മൾ ഡേയ്സോലാണ് വാങ്ങിക്കാറ്, അല്ലാതെ ഡേ ടു ഡേന്ന് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ല. ക്രിസ്മസിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ വർഷം ഇങ്ങനെ ഓരോന്ന് വാങ്ങിച്ചിട്ടുള്ളത് കൊണ്ട് അതുണ്ട്. പിന്നെ ഈ സ്റ്റാറിൻ്റെ ഷേപ്പിലും പല കളറിലുള്ള സ്റ്റാറും അങ്ങനെയൊക്കെ. പിന്നെ ഇത് നമുക്കിങ്ങനെ ജസ്റ്റ് സ്റ്റിക്കേഴ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട് കുറച്ച്. അത് പിന്നെ ഡേയ്സോല് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഡേ ടു ഡേയിൽ ഉണ്ടായിരുന്നില്ല, ഇങ്ങനത്തെ ഈ സ്റ്റിക്കേഴ്സും. പിന്നെ ഈ ടൈപ്പ് സ്നോമാനൊക്കെ ലാസ്റ്റ് ഇയർ ഞാൻ ഇങ്ങനത്തെ ഹാറ്റ് ഇങ്ങനത്തെ മെറ്റീരിയൽ ഉള്ളത് ഡേ ടു ഡേയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല അവിടെ, പക്ഷേ ഡേയ്സോല് ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 ഷോപ്പിലും കയറി ഇറങ്ങി നോക്കിയതായിരുന്നു. പിന്നെ ബോളുകളൊക്കെ ആയാലും അങ്ങനെ വെറൈറ്റി ഒന്നും തോന്നിയില്ല. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എയ്സിൽ പോയപ്പോഴത്തെ അവിടെ ഉണ്ടായിരുന്ന ആ മോഡൽസൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ വെറൈറ്റി ടൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനത്തെ ബോയ് ഉണ്ടല്ലോ ക്രിസ്മസിൻ്റെ ട്രീയിൽ നമ്മളിടുന്ന പോലത്തെ, അതിൻ്റെ റെഡ്, ഗോൾഡൻ, അതുപോലെ സിൽവർ കളറിലൊക്കെ ഉള്ളത്. പിന്നെ ബോൾസ് ആയാലും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഡേയ്സോല് എപ്പോഴും കാണുന്നത് തന്നെയാണ്. അങ്ങനെ കൂടുതൽ വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഡേ ടു ഡേ എന്നായിരുന്നു നമ്മൾ മെയിനായിട്ടെല്ലാം ഷോപ്പ് ചെയ്തത്. അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇവിടെ നിന്ന് വാങ്ങിക്കാനും തോന്നിയില്ല, അങ്ങനെ ഒരുപാട് കളക്ഷൻ ഉള്ള പോലെയും തോന്നിയില്ല. ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടാവാം, ഡിസംബറായപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പുതിയ ഇതുകളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നവംബറിലാണല്ലോ പോയി നോക്കിയത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലെ അല്ലെങ്കിൽ അവിടെ കൂടുതൽ കളക്ഷൻ ഉള്ള പോലെ തോന്നാതിരുന്നത്. പിന്നെ അതല്ല, മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പോയിട്ടുണ്ടായിരുന്ന എയ്സ് എന്ന ഷോപ്പിലത്തെ ക്രിസ്മസ് കളക്ഷനൊക്കെ കണ്ടപ്പോണ്ടല്ലോ, അവിടുത്തെ ഒരു വെറൈറ്റി ഒരുപാടുണ്ട്. ആ ഷോപ്പിൽ കാണുമ്പോൾ നമ്മൾ ഇത്രയധികമൊക്കെ അവിടെ ഉണ്ടോയെന്ന് വിചാരിക്കും, പക്ഷേ ഒരുപാടുണ്ട്. പിന്നെ ഈ ക്രിസ്മസിൻ്റെ സാൻഡയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ ടു ഡേയിലാണെങ്കിൽ 20 ദിറംസ് ആണെങ്കിൽ ഇവിടെ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ ആ റേറ്റ് ആണെങ്കിലും ഇവിടെ കൂടുതലാണ്. പക്ഷെ എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള റേറ്റ് കുറച്ച് കൂടിയാലും എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാലും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അത് അറിയില്ല, ഈ പറഞ്ഞ പോലെ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ഡിസംബറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അവർ വെക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പിന്നെ ക്രിസ്മസിൻ്റെ ബോൾസൊക്കെ കണ്ടോ, നമ്മൾ ഡേ ടു ഡേയിൽ പോയപ്പോൾ ഒരു സൈഡ് മൊത്തം ഇങ്ങനത്തെ പല ടൈപ്പ് ബോളായിരുന്നു, പല കളേഴ്സിൽ. പക്ഷെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാൻ പറ്റും, അങ്ങനെ നമ്മൾ യൂഷ്വലി കാണുന്ന സിൽവർ, ഗോൾഡൻ, അതുപോലെ റെഡ് കളറിലൊക്കെയുള്ള ബോൾ തന്നെയാണ്. അങ്ങനെ വെറൈറ്റി, കൂടുതൽ വെറൈറ്റി. പിന്നെ ഗ്രീൻ കളർ അല്ലെങ്കിൽ കുറച്ചുകൂടി പിങ്ക് കളർ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കൂടുതൽ വെറൈറ്റി ആയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം ഡേ ടു ഡേ വന്നപ്പോൾ, അല്ല ഡേ ടു ഡേ അല്ല ഡേയ്സോല് വന്നപ്പോൾ നമുക്കങ്ങനെ ഒരു എന്താ പറയുക, നമുക്കങ്ങനെ തൃപ്തിയായില്ല. എന്തിന് ഡേ ടു ഡേ ഡേയ്സോലേക്ക് വന്നു എന്ന് തോന്നി. കാരണം നമുക്ക് ഡേ ടു ഡേ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് പോകുമായിരുന്നു. കാരണം ഡേയ്സോല് വന്നിട്ട് നമുക്കൊന്നും വാങ്ങിക്കാനുണ്ടായില്ല, എല്ലാം പഴയ കളക്ഷൻ തന്നെയായിരുന്നു. പുതിയതൊന്നും ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് പുതിയതൊന്നും വന്നിട്ടില്ല എന്നാണ് തോന്നിപ്പോയി. നമുക്കറിയില്ല കേട്ടോ, ഇനിയിപ്പോൾ ഡിസംബർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവിടെ പുതിയതോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ പോയതുകൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡേ ടു ഡേയിലും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡേ ടു ഡേയിലായിരിക്കും ഡേയ്സോലത്തേക്കാളും റേറ്റ് കുറവ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും വാങ്ങിക്കാനുള്ളവർക്കാണെങ്കിലും ഡേ ടു ഡേ ആയിരിക്കും ഇപ്രാവശ്യം നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നിയത്, ഈ ഒരു ക്രിസ്മസിൻ്റെ കളക്ഷനും ക്രിസ്മസ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനായിട്ട്. എയ്സ് ഷോപ്പിൽ ഇഷ്ടംപോലെ വെറൈറ്റി ഉണ്ട്, പക്ഷേ അത്ര റേറ്റ് കുറവല്ല. കാരണം അതിനുള്ള ആ ഒരു ഭംഗിയും ലുക്കൊക്കെ അതിനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അതിന് റേറ്റും ഉണ്ടാവുമല്ലോ. പിന്നെ ഡേയ്സോല് വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കുറേ ഡെക്കോർ ഐറ്റംസ് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി പോയിന്ന് മാത്രം. പിന്നെ ഇനി നമ്മുടെ യാത്ര ഡേ ടു ഡേയിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഡേ ടു ഡേയിൽ പോയി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്തു. പിന്നെ ഷോപ്പ് ചെയ്തതിൻ്റെ ഷോപ്പിംഗ് ഹോൾ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതിലത് കാണിക്കാത്തത്. പിന്നെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ക്രിസ്മസിൻ്റെ ഡ്രസ്സ് കളക്ഷൻ, എന്താ പറയുക, ഡ്രസ്സ് ഷോപ്പിംഗ് ആയാലും. അപ്പോൾ ക്രിസ്മസ് ഡ്രസ്സിന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സെൻറ്റർ പോയിന്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമുക്ക് അങ്ങനെ പറ്റിയ പോലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ മക്കൾക്കാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ കുട്ടികളുടെ ഗേൾസിൻ്റെ ഒരു സെക്ഷനിലൊക്കെ നോക്കിയപ്പോൾ നമ്മൾ പോയത് മാക്സിലേക്കായിരുന്നു. നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ഈ വിൻ്റർ ടൈപ്പ്, അതായത് ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ ആ ഒരു ടൈമിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വിൻ്റർ ടൈമിലേക്കുള്ള ക്ലോത്തും കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളതെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ലുക്കും സ്റ്റൈലൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാം എടുക്കാൻ തോന്നും. അത് എപ്പോഴും മാക്സിൽ അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ മാക്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനും നോക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിൽ വാങ്ങിച്ച ഐറ്റംസൊക്കെ വേറൊരു വീഡിയോയിൽ കാണാം.